everyone, welcome back to our channel. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോവുക, നമ്മൾ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, മറ്റുള്ളവരെയും കൂടി സേഫ് ആക്കുക. സോ ഈ ക്വാറന്റൈൻ ടൈമിൽ പലർക്കും പല ഇമോഷൻസ് ആയിരിക്കും. ചിലവർക്ക് ഭയങ്കര ബോറടിയും, വീട്ടിലൊന്നും ചെയ്യാനില്ല, ടൈൽസുകളുടെ എണ്ണ എത്ര ബൾബുകൾ ഉണ്ടെന്ന് എണ്ണുക, എത്ര വീട്ടിൽ കസേരകളുണ്ടെന്ന് എണ്ണുക, ഇതൊക്കെ ആയിരിക്കും പലർക്കും പരിപാടി. മറ്റു ചിലർക്കാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ജോലി ഉണ്ടാവുമോ, ജോലി പോവുമോ, ഇനി ശമ്പളം കിട്ടുമോ, മക്കളുടെ പഠിപ്പ് എന്താവും, വീട്ടു ചിലവുകൾ, അങ്ങനെ പലതും. ചിലർക്ക് ഇതൊരു റെസ്റ്റിംഗ് പീരീഡാണ്. ടി വി കാണുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക, നല്ല ലാവിഷായിട്ട് നല്ലൊരു റെസ്റ്റിംഗ് ടൈമാണ് പലർക്കും ഇത്. സോ ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് ഒരു ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ആർട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആർട്ട് തെറാപ്പി എന്ന് പറയാം. അതിന് പറയുന്ന പേരാണ് ഡോട്ട് മണ്ടാല. ഡോട്ട് മണ്ടാല എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, ചിലർ ഡോട്ട് മാൻഡല എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡോട്ട് ഉപയോഗിച്ച് പല കളറിലും പല ഷേപ്സിലും നമ്മളൊരു പാറ്റേൺ അല്ലെങ്കിൽ ഷേപ്സ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡോട്ട് മണ്ടാല എന്ന് പറയുന്നത്. ഡോട്ട് മണ്ടാല എന്ന് വെച്ചാൽ മണ്ടാല എന്ന് വെച്ചാൽ സാംസ്കൃതത്തിലെ യൂണിവേഴ്സ് എന്നാണ് അർത്ഥം. സോ ഇതിൻ്റെ ഒറിജിനേഷൻ ഓസ്ട്രേലിയ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് എന്താ പറയുക, നല്ലൊരു ആർട്ട് തെറാപ്പിയാണ്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ, നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ, ഡിപ്രഷൻ കുറയ്ക്കാൻ എല്ലാം പറ്റിയ നല്ലൊരു ആർട്ട് തെറാപ്പിയാണിത്. കുട്ടികൾ എന്താ പറയുക, ഇത് ചെയ്യുന്ന കുട്ടികളിൽ ക്രിയേറ്റിവിറ്റിയും ഫോക്കസും കൂടുന്നുണ്ടെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. നമ്മൾ ഈ മാൻഡല വരയ്ക്കുന്നത് മെഡിറ്റേഷന് തുല്യമാണെന്നാണ് പറയുന്നത്. സോ ഈ ടൈമിൽ പലർക്കും ബോറടി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള പല ഫീലിങ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോട്ട് മണ്ടാലയാണ്. എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. സോ മണ്ടാല വരയ്ക്കാനായിട്ട് ശരിക്കും അതിൻ്റേതായ ടൂൾസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഹോം മെയ്ഡ് ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പടം വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഇയർബഡ്സാണ്. നമുക്ക് ഇയർബഡ്സ് കണ്ടോ, ഇയർബഡ്സ് നമ്മൾ പെയിൻറ്റ് മുക്കി നമുക്ക് ഡോട്ട്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പെൻസിൽസാണ്. ഈ പെൻസിൽസിൻ്റെ അറ്റം വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സൂചിയുടെ അറ്റത്ത് ഒരു മുത്ത് പോലെയുണ്ട്. ഈ ഒരു സാധനമാണ്, ഒരു മുട്ട് സൂചി പോലത്തെ സാധനമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ മണ്ടാല ചെയ്യാം. പിന്നെ വേറെ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഷേപ്സ് അനുസരിച്ച് വലിയ റൗണ്ടുള്ള എന്തെങ്കിലും പെൻസിലിൻ്റെ ബാക്ക് അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മണ്ടാല വരയ്ക്കാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാനിനി ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, നല്ലൊരു ആർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഡിക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം വരുന്നൊരു ആർട്ടാണ്. ശരിക്കും നമുക്കൊരു സ്ട്രെസ് റിലീഫാണത്. അതുപോലെ തന്നെ ബോറടിക്കുന്നവർക്ക് ബോറടി മാറ്റാൻ പറ്റുന്ന ഒരു നല്ലൊരു ആർട്ടും കൂടിയാണ്. സോ നമുക്കത് പലതിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുപ്പിയിൽ ചെയ്യാം, ഗ്ലാസ്സിൽ ചെയ്യാം, അങ്ങനെ പലതിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമ്മുടെ ഹോം മെയ്ഡ് ടൂൾസും അക്രലിക് കളേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.